Hello friends, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ടയർ 1ന്റെ റെസ്പോൺസ് ഷീറ്റ് ഓൾറെഡി ഇന്നലെ ലൈവ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാർക്ക് നോക്കി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്ക് നോക്കാത്ത കുട്ടികൾ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് നോക്കി നിങ്ങളുടെ മാർക്ക് എത്രയുണ്ടെന്ന് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ അതിനുവേണ്ടി ഓൾറെഡി ഇതിന് മുന്നേയുള്ള വീഡിയോസിലൊക്കെ ചില സൈറ്റുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റാങ്ക് മിത്ര, റാങ്ക് ഗുരുജി പോലുള്ള സൈറ്റുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സൈറ്റിനകത്ത് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റിന്റെ ലിങ്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സോണിൽ നിങ്ങൾ എത്രാമതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ സോണിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെയും NTPCയുടെയും സെക്ഷൻ കൺട്രോളറിന്റെയും അടുത്ത സ്റ്റേജിന് ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് വെച്ചുകൊണ്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ALPയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നോക്കാത്തവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുക്കുക. മാർക്ക് കുറവുള്ള കുട്ടികളുടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുന്നിലേക്ക് NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം മാർച്ച് 16 വരുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം വരുന്നുണ്ട്. ഇനി ഈ രണ്ട് എക്സാം അല്ല, നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ എക്സാം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 2026 ജൂനിയർ എഞ്ചിനീയർ എക്സാം വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പഠിക്കുന്നതൊന്നും വെറുതെ ആവില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യരുത്, പഠിത്തം നിർത്തരുത്. പഠിത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ ടയർ 2നെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലിന് വെയിറ്റേജ് കൂടുതലുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾ ഏത് ട്രേഡാണോ പഠിക്കുന്നത് ആ ട്രേഡിന് 100 മാർക്കോളം വെയിറ്റേജ് ഉള്ള ഒരു എക്സാമാണ് ടയർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അവിടെ ഒട്ടും നിസ്സാരവൽക്കരിക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് നോൺ ടെക്നിക്കൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോൺ ടെക്നിക്കൽ പാർട്ട് ടയർ 2ന് വേണ്ടി നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം, ഒരു 60 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ റിവൈസ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് സമയം കളയാതെ തന്നെ എന്ത് ചെയ്യാം, സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ സെഷന്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CBT 2ന്റെ എക്സാമിനേഷന്റെ സിലബസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ സെറ്റപ്പ് ചെയ്തെടുക്കേണ്ടത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം വീക്ക്ലി പ്ലാനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം എങ്ങനെ റിവൈസ് ചെയ്യണം, അവസാന നിമിഷം എങ്ങനെ വേണം റിവൈസ് ചെയ്യാൻ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ സെഷനകത്ത് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം സിലബസ്. ഇത് നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള സിലബസ് തന്നെയാണ്. CBT 2ന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലെ A to D വരെയുള്ള ഈ ഒരു ഭാഗത്തെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നോൺ ടെക്നിക്കൽ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ ടെക്നിക്കൽ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അഗൈൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ GA അഥവാ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ എവിടെ കവർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി CBT 1ൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. കറണ്ട് അഫയേഴ്സും അതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇത് നിങ്ങൾ എവിടെ കവർ ചെയ്തിട്ടുണ്ട്, ഇതും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ CBT 1ൽ നിങ്ങൾ കവർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസും ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഈ രണ്ട് ഭാഗം മാത്രമാണ് നിങ്ങൾ CBT 1ൽ കാര്യമായിട്ട് ഫോക്കസ് കൊടുക്കാത്തത്. ഇത് ഓരോന്നിനും എത്ര മാർക്ക് വീതമുണ്ട്? ഇതിന് 10 മാർക്ക് ഉണ്ട്. ഏതിന്? കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോളിനും 10 മാർക്ക് ഉണ്ട്. ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടെ എത്ര മാർക്ക് ഉണ്ട്? 15 മാർക്ക് ഉണ്ട്. ജനറൽ അവയർനെസ്സിന് എത്ര മാർക്ക് ഉണ്ട്? 15 മാർക്ക് ഉണ്ട്. അതായത് നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് 150 മാർക്കിന്റെ പരീക്ഷയിലെ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റിന്റെ മാർക്ക് 50 മാർക്ക്. അതിൽ 30 മാർക്ക് ടയർ 1ൽ നിങ്ങൾ കവർ ചെയ്തു. ബാക്കി എത്രയാണ് വരുന്നത്? 20 മാർക്കാണ് അധികമായി ടയർ 2 ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ സിലബസിനെയും ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസിനെയും ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് എക്സാം ഡേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യുന്നു, തയ്യാറെടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത്? ഹൗ ടു പ്ലാൻ, എങ്ങനെ വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്? ഇപ്പോൾ പൊതുവിലെ എക്സാംസിന്റെ ഒരു രീതി, RRB ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി എല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു 60 ദിവസം അഥവാ ഒരു 2 മാസത്തിനകത്ത് തന്നെ ടയർ 2 എക്സാം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ 2 മാസം സമയം കൊണ്ട് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 60 ഡേയ്സ് പ്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം 3 മണിക്കൂർ നിങ്ങൾ നോൺ ടെക്കിന് വേണ്ടി മാറ്റി വെക്കുക. 3 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 150 മാർക്ക്, അതിൽ 50 മാർക്ക് ഏതാണ്? നോൺ ടെക് ആണ്. അപ്പോൾ 50 മാർക്കിന് അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട്. ഇതിൽ വാങ്ങിക്കുന്ന മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന ട്രേഡ് നിശ്ചയിക്കും, നിങ്ങൾ ക്വാളിഫൈ ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ 3 മണിക്കൂറെങ്കിലും ദിവസം മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. 60 ദിവസം 3 മണിക്കൂർ വെച്ച് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 60 ദിവസം എന്നുള്ളതിനെ ഞാൻ 8 ആഴ്ചകളാക്കി മാറ്റി.
ആഴ്ചയിൽ 7 ദിവസം വെച്ച് 8 ആഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 56 ദിവസം കിട്ടും. അപ്പോഴും 4 ദിവസം ബാക്കിയാണ്. ആ 4 ദിവസം നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളെയും ടെക്നിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പരമാവധി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. 60 ദിവസത്തെ പ്ലാനാണ്. ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റി വെക്കുക, നമ്മുടെ നോൺ ടെക്നിക്കൽ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുക. ടെക്നിക്കൽ വിഷയങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കലാണ് പഠിക്കുന്നത്, ഇലക്ട്രോണിക്സ് ആണോ, മെക്കാനിക്കൽ ആണോ, സിവിൽ ആണോ, അതിന് എത്ര സമയം മാറ്റി വെക്കണം എന്നുള്ളത് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ നോളജും നിങ്ങളുടെ സബ്ജക്റ്റിന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യുക. അതിൽ ഇലക്ട്രോണിക്സിന്റെയും ഇലക്ട്രിക്കലിന്റെയും ഓൾറെഡി സ്റ്റഡി പ്ലാനുകൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരിക്കും. അത് വരുന്ന ദിവസങ്ങൾ നമ്മുടെ തന്നെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ 100 മാർക്ക് സേഫ് ആയിരിക്കും. 50 മാർക്ക് സേഫ് ആക്കുന്ന കാര്യത്തിനുള്ള ഒരു പ്ലാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ സിലബസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി 15 മാർക്ക്, ജനറൽ അവയർനെസ് 15 മാർക്ക്, എൻവയോൺമെന്റ് 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 10 മാർക്ക്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി 30 മാർക്കിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എൻവയോൺമെന്റും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അങ്ങനെ ഇവിടുന്ന് എത്ര മാർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റണം, 35 മുതൽ 40 മാർക്ക് വരെയെങ്കിലും ഈ ഏരിയയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റണം. കാരണം ഇവിടെ ഡൈനാമിക് ആയിട്ട് നിങ്ങളെ ഈ പറയുന്ന ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ മാക്സിമം എവിടെ നിന്നാണ് വരിക, കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് വരിക. 15 മാർക്കാണ് ജി കെക്ക് ഉള്ളത്. ഈ 15 മാർക്കിന്റെ ജി കെ ടയർ 1 എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾക്കും ഇതിന് മുന്നത്തെ ജെയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ള കുട്ടികൾക്കും അറിയാം. എങ്ങനെ പോലും കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഈ 15 ഒരു 4 മുതൽ 5 ചോദ്യം വരെ ഉണ്ടാവുള്ളൂ. ബാക്കി 10 മാർക്ക് സ്റ്റാറ്റിക് ആയിരിക്കും. ഇനി പകുതി ചോദ്യങ്ങൾ, അതായത് 15 ഒരു 7 8 ചോദ്യം കറണ്ട് അഫയർ ചോദിച്ചു, ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മാറ്റി വെച്ചാലും നിങ്ങൾക്ക് എത്ര വാങ്ങിക്കാം, നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് പഠിക്കുന്നതിലൂടെ, ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കുന്നതിലൂടെ, എൻവയോൺമെന്റ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കുന്നതിലൂടെ, കൃത്യമായിട്ട് പഠിക്കുന്നതിലൂടെ, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്നതിലൂടെ ഒരു 35 മാർക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. 35 മുതൽ 40 മാർക്കെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പലരും ടയർ 1 കഴിഞ്ഞാൽ ടയർ 2 കംപ്ലീറ്റ് എങ്ങോട്ട് കൊടുക്കും, ടെക്നിക്കലിലേക്ക് കൊടുക്കും. ടെക്നിക്കലിന്റെ ഈ പറയുന്ന പോലെ ടെക്നിക്കൽ വെയിറ്റേജ് കൂടുതലുണ്ട്, നിങ്ങൾ ടെക്നിക്കൽ കൊടുത്തേ പറ്റൂ. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം എന്താ, ഇവിടെ നിന്ന് വരുന്ന 50 മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വേക്കൻസി 3-1. അപ്പോൾ മാർക്കുകൾ എത്രത്തോളം അധികം വാങ്ങിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നോൺ ടെക് സൈഡ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, ഇതിനകത്ത് ഒരു 35-40 മാർക്ക് വാങ്ങിക്കും. ടെക്നിക്കലിൽ നിന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 70 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 10-100 മുകളിൽ മാർക്ക് വരികയും അവർ ക്വാളിഫൈ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ് ടെക്നിക്കലിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. അതുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ദിവസം ഒരു 3 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുക. ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. മാത്രമല്ല ഇതെല്ലാ സബ്ജക്ട്സിനും നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ, NTPC പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഫിസിക്സും കെമിസ്ട്രിയും എൻവയോൺമെന്റും അതുപോലെ തന്നെ ജനറൽ അവയർനെസിന്റെ ഭാഗങ്ങളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്യുക, സ്മാർട്ടായിട്ട് പഠിക്കുക, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ആൻഡ് ഈ 3 മണിക്കൂറിനെ കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഒരേ സാധനം തന്നെ പഠിക്കാതിരിക്കുക, എല്ലാ ദിവസവും ഒരേ വിഷയം തന്നെ പഠിക്കാതിരിക്കുക. പരമാവധി വിഷയങ്ങളെ മാറ്റി മാറ്റി റൊട്ടേറ്റ് ചെയ്ത് വെയിറ്റേജ് മനസ്സിലാക്കി റിവിഷൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കൺസെപ്റ്റിൽ ഒരുപാട് എന്ത് ചെയ്യുക, ആഴത്തിൽ പോവാതെ പരത്തിയുള്ള പഠനമാണ് നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാം, പ്രത്യേകിച്ച് ടെക്നിക്കൽ എക്സാംസിന് നിങ്ങൾക്ക് ആവശ്യം. കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും ചോദിക്കുക, പരത്തിയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലാതെ ആഴത്തിലേക്ക് ഒരു പരിധി വിട്ടിട്ട് ഇറങ്ങാനുള്ള സാധ്യതയില്ല. നമ്മൾ ഈ സ്റ്റഡി പ്ലാനും അങ്ങനെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നമ്മുടെ കോഴ്സും അങ്ങനെ തന്നെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ റൊട്ടേഷൻ പ്ലാൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. 3 മണിക്കൂറാണ് നിങ്ങൾക്കുള്ളത്. 1 മണിക്കൂർ ഫിസിക്സിനും കെമിസ്ട്രിക്കും വേണ്ടി മാറ്റി വെക്കുക, 1 മണിക്കൂർ എൻവയോൺമെന്റിനും കമ്പ്യൂട്ടറിനും വേണ്ടി മാറ്റി വെക്കുക, 1 മണിക്കൂർ റൊട്ടേഷൻ അഥവാ ജനറൽ അവയർനെസിന് വേണ്ടി മാറ്റി വെക്കുക. ഇവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, സ്റ്റാറ്റിക്, GK, കറണ്ട് അഫയേഴ്സ്, ഇത്രയും വിഷയങ്ങളാണ് നമുക്ക് GKയിൽ പഠിക്കാനുള്ളത്. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് പഠിക്കുക, അത്രയ്ക്കുള്ള വെയിറ്റേജേ വരുന്നുള്ളൂ. ഇപ്പോൾ ഹിസ്റ്ററി നിങ്ങൾ ഒരാഴ്ച എടുത്തിട്ട് കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം അതിന് അത്രയും റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുമോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതിലെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടുപിടിക്കുക, അത് പഠിക്കുക. മാത്രമല്ല ഇത് ഓൾറെഡി നിങ്ങൾ എവിടെ കവർ ചെയ്തിട്ടുള്ളതാണ്, ടയർ 1 കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു നോളജിന് എന്ത് ചെയ്താൽ മതി, റിവൈസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 മണിക്കൂറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. ഇനി ആഴ്ചയിൽ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ആഴ്ചകൾ നമുക്കുണ്ട്. ഓരോ ആഴ്ചയും ഇത് പ്രകാരം എങ്ങനെ നോൺ ടെക് വിഷയങ്ങളെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് ഞാൻ വീക്ക്ലി ബേസിസിൽ ഒരു ഷെഡ്യൂൾ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഈ ഷെഡ്യൂൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ, ഈ ഷെഡ്യൂൾ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള കുട്ടികൾ കമന്റ് ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിന് മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വീക്ക് 1 ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണിക്കാം.
ഇതാണ് വീക്ക് 1-ലെ ഷെഡ്യൂൾ. ഫിസിക്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഭാഗം, മോഷൻസ് എന്ന് പറയുന്ന ഭാഗം, ഇത് ഓൾറെഡി ടയർ 1-ൽ നിങ്ങൾ പഠിച്ചതാണ്. എന്ത് ചെയ്യുക, അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് നോക്കുകയോ ചെയ്യുക. ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഒരാഴ്ച കൊണ്ടാണ് ഈ 2 ടോപ്പിക്സ് തീർക്കേണ്ടത്. അപ്പോൾ അരമണിക്കൂർ വെച്ചും ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനും മോഷൻസിനും കൊടുത്താൽ മതി. ബാക്കി അരമണിക്കൂർ ആസിഡ്സ് ആൻഡ് ബേസിസിനും കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ഒരാഴ്ച കൊണ്ട് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഫിസിക്സിലും കെമിസ്ട്രിയിലും. എൻവയോൺമെന്റിലെ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റും ബയോട്ടിക് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ക്ലാസ്സസ് കണ്ടു തീർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിവിഷൻ ഇതാക്കാം. ജനറൽ അവയർനെസ്സിൽ ഇൻഡസ് വാലി, വേദിക് ഏജ്, ജോഗ്രഫിയിൽ സോളാർ സിസ്റ്റം, എക്കോണമിയിൽ ബേസിക്സ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വീക്കിലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. കറണ്ട് അഫയേഴ്സ് നമ്മുടെ വീക്കിലി ക്ലാസ്സസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാവുന്നതാണ്. ഇതേപോലെ ഞാൻ വീക്ക് 2 ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീക്ക് 3 ക്ലാസ് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നോട്ട് ചെയ്യാവുന്നതാണ്. വീക്ക് 4 നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. വീക്ക് 5 നോട്ട് ചെയ്യാവുന്നതാണ്. വീക്ക് 6 ഇതേപോലെ നോട്ട് ചെയ്യാവുന്നതാണ്. വീക്ക് 7, വീക്ക് 8, ഇങ്ങനെ 8 ആഴ്ചകളുണ്ട്. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റത്തെ 7-ാമത്തെയും 8-ാമത്തെയും ആഴ്ചയിലായിട്ടാണ് ഞാൻ കമ്പ്യൂട്ടർ, അതിന് മുന്നേ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ എൻവയോൺമെന്റ് ആയിരുന്നു 6-ാമത്തെ ആഴ്ചയിൽ. 7-ാമത്തെയും 8-ാമത്തെയും ആഴ്ചയിലാണ് ഞാൻ കമ്പ്യൂട്ടർ കൊടുത്തിരിക്കുന്നത്. കാരണം പൊതുവേ നിങ്ങൾ എഞ്ചിനീയറിംഗ് കുട്ടികളാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യം അറിയാവുന്ന കുട്ടികളാണ്. ആ ഒരു 2 ആഴ്ചത്തെ പ്രിപ്പറേഷൻ്റെ ആവശ്യമേ ആ 10 മാർക്കിനുള്ളൂ. പക്ഷെ അത് കൃത്യമായിട്ട് എന്തൊക്കെ സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റത്തെ 2 ആഴ്ചയാണ് ഞാൻ പൊളിറ്റി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലാസ്റ്റ് വീക്കിലാണ് ഞാൻ പൊളിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതിൽ പാർലമെന്റ്, ജുഡീഷ്യറി, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, അമെന്റ്മെന്റ്സ് ഇത്രയും ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പൊളിറ്റിയിൽ നിന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എക്സാം സ്പെസിഫിക് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. നമ്മളൊരു സബ്ജക്ട് സിലബസ് മൊത്തം കവർ ചെയ്ത് നമ്മൾ ബോർഡ് എക്സാമിനോ യൂണിവേഴ്സിറ്റി എക്സാമിനോ അല്ല പോകുന്നത്. എന്തിനാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനാണ്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടുകയാണ് വേണ്ടത്, പാസ്സായതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഫോക്കസ് കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഈ ഷെഡ്യൂൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മൾ ജൂനിയർ എഞ്ചിനീയർ CBT 2-ന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഷെഡ്യൂൾ പ്രകാരം അതാത് ആഴ്ചയിൽ വേണ്ട ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകളും സബ്ജക്ട് ടെസ്റ്റുകളും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സബ്ജക്ട് ടെസ്റ്റുകളും ഫുൾ ടെസ്റ്റുകളും നമ്മുടെ കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് നോൺ ടെക് ഈ പറയുന്ന പോലെ പഠിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവശമുള്ള റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ 50ഓളം വരുന്ന ലെക്ചർ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അഗെയിൻ പേര് സൂചിപ്പിക്കുന്ന പോലെ ദിസ് ഇസ് റിവിഷൻ എക്സ്പ്രസ്. പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം റിവിഷന് വേണ്ടി ഈ ക്ലാസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് സ്കോർ ക്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വരുന്ന മാർച്ച് 7-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഫെനി സാറായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വീക്കിലി ഈ പറയുന്ന ക്ലാസ്സുകൾ കണ്ട് കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഒരു പ്രൈസ് മണി കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇത് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ എയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്ന 2 കണ്ടന്റുകളാണിത്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ CBT 2-ന്റെ ഇലക്ട്രോണിക്സ് ബാച്ചും ഇലക്ട്രിക്കൽ ബാച്ചും നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ ഓപ്പൺ ആണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഏത് വിധേനയാണെങ്കിലും, സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.